മാനത്തെ മട്ടുപ്പാവിൽ താരകാരിമാര ഗാനനിർദ്ധരി കേട്ടു ധരിച്ചു നിന്നു. നീലമാമരങ്ങളിൽ ചാരി നിന്നിളം തന്നെ താളമടിക്കാൻ പോലും മറന്നുപോയി. ഇന്നലെ നീയൊരു സുന്ദരരാഗമായ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമകരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമസംഗീതമായി പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദരരാഗമായ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. ഇന്നലെ നീ ഒരു നാസര സ്വപ്നമായി നീ എൻ മനോമുകുരത്തിൽ വീഴുന്നു വന്നു. ഇന്നലെ ഒരു നവവാസര സ്വപ്നമായി നീ എൻ മനോമുകുരത്തിൽ വീഴുന്നു വന്നു. ചൈത്ര സുഗന്ധത്തിൻ്റെ താലവൃന്ദത്തിൻ കീഴിൽ മധ്യാഹ്ന മനോഹരി മയങ്ങിടുമ്പോൾ. ചൈത്ര സുഗന്ധത്തിൻ്റെ താലവൃന്ദത്തിൻ കീഴിൽ മധ്യാഹ്ന മനോഹരി മയങ്ങിടുമ്പോൾ. മുന്തിരിക്കുലകളാൽ നൂപുരമണിഞ്ഞെത്തും സുന്ദര വസന്തത്തിൻ എന്ന പോലെ മുക്താനുരാഗത്തിൻ്റെ പാനപാചനം നീട്ടി നൃത്തവിലാസിനി നീ അരികിൽ വന്നു. ഇന്നലെ നീയൊരു സുന്ദരരാഗമായ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാനങ്ങരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമസംഗീതമായി പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദരരാഗമായ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. നമ്മുടെ ഗുരുതുല്യനായ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു മക്കളുടെയും ഇപ്പം നമ്മളും അതിൻ്റെ ഭാഗവാക്കായി നമ്മുടെ എല്ലാം ഗുരുതുല്യനായ സതീശേട്ടൻ നാട്ടിൽ അമ്മയോടൊപ്പം കുടുംബത്തോടൊപ്പം ഇനിയുള്ള സമയം ചെലവഴിക്കാനായിട്ട് പോവുകയാണ്. അത് നല്ലൊരു തീരുമാനം തന്നെയാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണത്. സതീശേട്ടൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഗുരുദേവൻ്റെ എല്ലാവരുടെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. വാക്കുകൾ കിട്ടുന്നുണ്ടോ? വളരെ സന്തോഷം എല്ലാവരെയും കാണാനും ഇങ്ങനൊരു ഗെറ്റ് ടുഗദർ കൂടിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ സതീശേട്ടൻ ഞങ്ങളുടെ സതീശനെ കുറിച്ച് എന്തോ ഞങ്ങളായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്കും പിള്ളേർക്കും ഒക്കെ ഒരു വലിയൊരു അനുഗ്രഹമായിരുന്നു. ഇത്രയും നാളവരുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം ഒരു അച്ഛൻ്റെ ഒരു വല്യച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം ഇതും തന്നത് ഞങ്ങളെ ഏറ്റുകൊടുക്കുകയാണ്. ഇനിയും ഇങ്ങനെ ഈ സതീശേട്ടൻ്റെ തീരുമാനത്തിനോട് ഞങ്ങളെല്ലാം യോജിച്ചു. സതീശേട്ടൻ്റെ ജീവിതം നാട്ടിലും ചെന്ന് നല്ല രീതിയിൽ ആകട്ടെ എന്ന് ദൈവത്തോട് ഗുരുദേവനോട് പ്രാർത്ഥിക്കുന്നു. സതീശേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗുരു മാത്രമല്ല, നമ്മളൊരു അച്ഛൻ്റെ സ്ഥാനത്തിൽ കാണുന്ന ഒരാളാണ്. അത്രയ്ക്ക് നമ്മളോടൊരു കരുതലും നമ്മളെ അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ആളാണ്. തീർച്ചയായിട്ടും പുള്ളിയുടെ ഒരു നാട്ടിലേക്കുള്ള ഒരു നമുക്കൊക്കെ ഒരു എന്താ പറയുക ഒരു വലിയ നാട്ടിലായിട്ടാണ് കാണുന്നത്. നാട്ടിലെത്തി ഞങ്ങൾ തീർച്ചയായിട്ടും നാട്ടിൽ സതീശേട്ടനെ കാണുന്നത് നിങ്ങൾ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ വലിയ സന്തോഷമുണ്ട്. കാരണം ഇവരുടെ കാര്യം എപ്പോഴും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാണാൻ പറ്റിയത് ഈ ഒരു കൂട്ടത്തിൽ ഇങ്ങനെ കാണാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്.
പിന്നെ സതീശേട്ടനെ പറ്റി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴും എന്റെ മനസ്സിൽ സിദ്ധമില്ല. പ്രാർത്ഥന ക്ലാസ്സിൽ പോയി സതീശേട്ടന്റെ ഒരു ഫോട്ടോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം എടുത്ത് ഇങ്ങനെ കണ്ടു. അപ്പോൾ എൻ്റെ മക്കളുടെ ഗുരു എൻ്റെ ഗുരു കൂടെ എന്ന് ഞാൻ പറയും. കാരണം ഞാൻ ചേച്ചിയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, രാമായണ മാസമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സതീശേട്ടൻ്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കയറാനുള്ള ഒരു ഓൺലൈനിലായാലും ഞങ്ങൾക്ക് അതിനൊക്കെ സഹകരിക്കാനുള്ളൊരു മനസ്സ് കൂടുതലായിട്ട് വരുന്നത്. അതൊക്കെ പഠിച്ചത് സതീശേട്ടനിൽ തന്നെയാണ്. പിന്നെ സതീശേട്ടൻ്റെ ആ സ്റ്റേജിൽ കയറുന്നുള്ള വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ എന്താ പറയുക, സതീശേട്ടൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ മനസ്സിലതിങ്ങനെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ആ വാക്കുകളൊന്നും ഇനി കിട്ടത്തില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ട്. പിന്നെ പ്രെയർ ഹോളിൽ ഞാനിപ്പോഴും ഓരോ ദിവസവും പ്രെയർ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാനിങ്ങനെ പറയും, ചില ദിവസങ്ങളിൽ എനിക്ക് പ്രെയർ ഭയങ്കര ഇതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കാരണം ഇവർ കുറേ ആ ഒരു ടീം ഇവരെന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ പാട്ടുകാരെന്നല്ല, എന്നാലും സതീശേട്ടൻ്റെ കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഞാൻ കൂടുതൽ പറഞ്ഞതിന് കുഴപ്പമുണ്ടോ? അങ്ങനെ ആ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയുമ്പോൾ എനിക്ക് സതീശേട്ടൻ പാടിയപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഇത് നന്നായി എന്നുള്ളത്. ഈ കഴിഞ്ഞ ഒരു ദിവസം ആണെങ്കിലും ഒത്തിരി നാളിന് ശേഷം പോകുന്ന സമയത്തൊന്നും നമുക്കത് കിട്ടിയില്ല. ഈ കഴിഞ്ഞ ഒരു ദിവസം സതീശേട്ടൻ ഉണ്ടായിരുന്നത്, ആ സമയത്ത് എനിക്ക് സെയിം ഫീലിംഗ് ഉണ്ടായി. പിന്നെ സതീശേട്ടൻ പോകുന്നു അറിഞ്ഞു കഴിഞ്ഞപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മിസ്സാവും എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ വിഷമമാണ്. പിന്നെ നാട്ടിൽ പോയിട്ട് ഫാമിലിയുടെ കൂടെ എന്ന് പറയുന്നത് അത് വേറൊരു ലൈഫാണ്. ഇത്രയും നാളുകൂടെ എനിക്ക് ചേച്ചിയുമായിട്ടൊക്കെ ചേച്ചിയുമായിട്ടൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റും. എങ്കിലും ഞങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു തിരിച്ച് സതീശേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഓൺലൈനിലായാലും കോണ്ടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം. പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത് തന്നെയാണ്, എന്തായാലും ഞങ്ങൾ വന്ന് കാണും. ശരിക്കും സതീശേട്ടനെ മിസ് ചെയ്യുന്ന പ്രാർത്ഥനാ ഹോളിലെ ആ ശബ്ദമാണ്. ആദ്യം സതീശേട്ടനെ നോട്ടീസ് ചെയ്തു എത്രയും മനോഹരമായിട്ട് അവിടെ നമുക്ക് ആലോചിക്കുന്ന ഒരാൾ. ശരിക്കും പറഞ്ഞാൽ ഒന്നോ രണ്ടോ പേര് ഒരാൾ സതീശേട്ടനാണ്. അതാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ഈ രാമായണ മാസം വായിക്കാൻ ഞാൻ കയറുന്നതിന് മെയിൻ കാരണം സതീശേട്ടനാണ്. ആ ഒരു സൗണ്ടിൽ ഞാൻ രാമായണം വായന അത് കേൾക്കാൻ പറ്റില്ല. എനിക്കിനി സതീശേട്ടനോട് പറയാം, സതീശേട്ടന് വളരെ നല്ലൊരു സൗണ്ടാണ്. പക്ഷേ സതീശേട്ടൻ അത് എത്രത്തോളം പാട്ട് പാടുന്ന ആർക്കും അറിയില്ല. അത് സതീശേട്ടന് നമുക്ക് കുറച്ച് മാത്രമേ അറിയുള്ളൂ. പക്ഷേ സതീശേട്ടൻ നാട്ടില് സതീശേട്ടൻ്റെ ആ സൗണ്ട് എന്ന് വെച്ചാൽ ഗുരുദേവ കീർത്തനങ്ങളാണെങ്കിലും പല പല ഇതിൽ സതീശേട്ടൻ അത് കുറച്ചും കൂടെ അത് യൂസ് ചെയ്യണം. ഇപ്പം എത്ര നേരം തിരക്കായിരുന്നല്ലോ. അപ്പം ഇനിയിപ്പോൾ ഒരുപാട് യൂട്യൂബ് ഇതൊക്കെ ഉണ്ട്. അപ്പം സതീശേട്ടൻ ആ ഒരു സൗണ്ട് സതീശേട്ടൻ ബാക്കിയുള്ളവരെ കൂടെ അറിയിക്കണം. ഞങ്ങൾ കുറച്ച് പേര് മാത്രം അറിഞ്ഞാൽ പോരാ, അത് കുറേ ആൾക്കാരിലൂടെ എത്തണം. ഞാൻ സതീശനായിട്ട് 30 കൊല്ലത്തെ പരിചയമുണ്ട്. ഇവിടെ വന്ന് ഞാൻ അണ്ണൻ എന്ന് വിളിക്കുന്ന ഏക വ്യക്തി സതീശനാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുക മാത്രമല്ല, തീർത്തും എൻ്റെ ജീവിതത്തിൽ ഒരു അണ്ണൻ തന്നെയാണ് സതീശന്. എൻ്റെ എല്ലാ കാര്യങ്ങളും സതീശനെ പറയുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ സതീശനെ പറയുന്ന പോലെ സതീശനും ചെയ്യും. എവിടെയെങ്കിലും പോകുന്ന കാര്യം പോലും ഇന്ന് അവിടെ വരണമെന്ന് മാത്രമേ പറയത്തുള്ളൂ. എങ്ങോട്ടാണ് പോകുന്നതെന്നോ എന്താണെന്നോ ചോദിക്കാറില്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഉള്ള ബന്ധമാണ്. ഒരു ദിവസം പോലും സംസാരിക്കാതെ ഇരിക്കുകയില്ല. അത് നാട്ടിലുള്ളപ്പോൾ പോലും സതീശൻ്റെ ഇടയ്ക്ക് ഒരു 10 കൊല്ലം നാട്ടിലായിരുന്നപ്പോൾ പോലും ഞാൻ മുടക്കാതെ എഴുത്തയക്കുമായിരുന്നു. സതീശനെ എനിക്കും എഴുത്തയക്കുമായിരുന്നു. സതീശൻ്റെ അവിടെ വക്കീലായിട്ട് വളരെ പ്രശസ്തനായിരുന്നു. വക്കീൽ ഓഫീസിലൊക്കെ ഞാൻ പോകുമായിരുന്നു. എന്തോ ഇവിടെ വന്ന അന്ന് സ്ഥലപ്പേര് പറഞ്ഞാണ്, കോന്നി എന്നുള്ള സ്ഥലപ്പേര് പറഞ്ഞാണ് ഞങ്ങൾ ഇതിനോട് പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും സംസാരിക്കാതെ ഇരുന്നിട്ടില്ല. എന്തും എനിക്ക് പറയാനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തി. എനിക്ക് തോന്നുന്നു അങ്ങനെ വേറൊരാളില്ലെന്ന് തോന്നുന്നു. ഇതുപോലെ എനിക്കൊരു കൂട്ടുകാരനോ ഒരു ജ്യേഷ്ഠനോ ഒരു അച്ഛനോ ഇതിൻ്റെ സ്ഥാനമോ അല്ലെ അങ്ങനെയുള്ള എല്ലാ സ്ഥാനത്തും നിൽക്കുന്ന ആളാണ്. എനിക്ക് സൂര്യൻ്റെ കീഴിലുള്ള എന്തിനെ പറ്റി ഞങ്ങൾ ഇതിലൂടെ സംസാരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ യോഗയ്ക്ക് പോയത്, നടക്കാൻ പോയത്. അറിയാത്ത കാര്യം അങ്ങനെയൊക്കെയല്ലേ നമ്മൾ അറിയുന്നത്. എനിക്കത് മിസ് ചെയ്യുന്നത്, എനിക്കൊന്ന് പേഴ്സണലായിട്ട് എനിക്ക് മിസ് ചെയ്യുന്നതിന് അത്രയും മറ്റാർക്കും മിസ് ചെയ്യുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലേ? ശരി. എന്തായാലും പോയി ആയുസ്സും ആരോഗ്യവും എല്ലാം ഉണ്ടാകട്ടെ. കൂടുതൽ ഈ ഗുരുദേവ കൃതികളും അതുപോലെ തന്നെ ഗുരുദേവ കൃതികളും അത് തന്നെ ഞാനും സതീശനോട് കൂടിയാണ് അത് ഒരു തീരുമാനമെടുത്ത് നമുക്ക് ഗുരുദേവ കൃതികളും കൂടെ പഠിപ്പിക്കണം, എല്ലാവരെയും കൊണ്ട് പാടിക്കണം. പോകുന്നതിന് മുമ്പായിട്ട് അത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും അതിൻ്റെ ഇണങ്ങൾ പലതൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പാടാൻ അറിയുന്നില്ല, ഞാൻ ആസ്വദിക്കും. അത് ഞാൻ പറയും ഇന്നത് കൊള്ളാം, ഇന്നാരുടെ പാട്ട് കൊള്ളാം എന്നൊക്കെ പറയും. സതീശൻ അത് വീട്ടിൽ ഇരുന്ന് പഠിച്ച് അർത്ഥം അറിഞ്ഞ് പഠിച്ചിട്ട് പിന്നെ പാടി കേൾപ്പിക്കാറുണ്ട്. പിന്നീട് വന്നാണ് നമ്മൾ സമിതി പലപ്പോഴും പലതും പാടിയിട്ടുള്ളത്.
ഇന്ന് നമ്മുടെ സമിതിയിലുള്ള കൃതികൾ ഗുരുദേവ കൃതികൾ ദേവദേശം ഒഴിച്ച് ബാക്കി എല്ലാ സജീഷനും കൊണ്ടുവന്നും പാടിയ കൃതികളാണ്. അതിനുശേഷമാണ് നമുക്ക് ഗുരുദേവ കൃതികളെ പറ്റി ഓരോന്നിനെ പറ്റി കൂടുതലും അവിടെ ഇപ്പൊ പലർക്കും അറിയാത്തവരും ഉണ്ടായിരുന്നു. അവരും ഇപ്പൊ അത് ഏറ്റുപാടുന്നുണ്ട്. അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ കണ്ണൂർ സൈഡിലോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് അറിയില്ലായിരുന്നു. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് സതീശേട്ടൻ ഓരോന്ന് പാടി കഴിയുമ്പോഴാണ് ഇത്രയും പ്രത്യേകതകൾ ഉണ്ടോ എന്ന് അവർ പഠിച്ചിട്ടുള്ളത്. ഇപ്പൊ തന്നെ ഒരു ഓൺലൈൻ പഠനത്തിൽ സതീഷിന്റെ നിർബന്ധം കാരണം ഞാനിവിടെ കയറിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടും കൂടെ കൂടി ദൈവദശകത്തിന്റെ ഒരു ആംഗം പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചിരുന്നു. അല്ല ദൈവദശകത്തെ കുറിച്ച് ഒരു മത്സരം ഉണ്ടായിരുന്നു പൈതൃകത്തില്. ഞങ്ങൾക്ക് ഗുരുദേവ കടാക്ഷത്തെ ഞങ്ങൾക്കാണ് ഫസ്റ്റ് കിട്ടിയത്. ഇപ്പൊ വീണ്ടും അതിന്റെ ക്ലാസ് നടക്കുന്നുണ്ട് എല്ലാ ശനിയാഴ്ചകളും. നമ്മളിത് എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഞാനിതൊരു നിമിത്തമായി എന്നുള്ളതിന് സന്തോഷം. കാരണം ഇത്രയും പേര് കൂടാനും അല്ലെങ്കിൽ എവിടെ നിങ്ങളൊക്കെ പരിചയപ്പെടാനുള്ള സമയം കിട്ടിയില്ലേ, അതാണ് എന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ പാർട്ടികളും സെൻഡ് ഓഫ് കൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്. കാരണം ഇൻഡിവിജ്വലായിട്ട് പലരും വിളിച്ചിട്ടുണ്ട്, ഒന്നിനും പോയിട്ടില്ല. പക്ഷെ ഇതെനിക്ക് തോന്നി ഇതൊരു നല്ല ഐഡിയ ആണ്. കാരണം നിങ്ങളൊരു ഫാമിലി എല്ലാവരെയും പരിചയപ്പെടാനും അതൊരു നല്ല ബന്ധത്തിന് തുടക്കമല്ലേ. വളരെ സന്തോഷം. बाबरामन देखने चला एक सपना, बाबरामन देखने चला एक सपना, बावरी से मन की देखो बावरी है बातें, बावरी से धड़कने है बावरी है सांसें, बावरी से करवटों से निंदियाँ दूर भागे, बावरी से नींद चाहे बावरी ज़रों को से, बावरी नज़रों को टकना, बाबरामन देखने चला एक सपना. ഇടത്തല്ല ഇടത്തല്ല വലത്തല്ല നടുക്കല്ലൻ സരസ്വതി വെളുത്ത താമരപ്പൂവിൽ ഉറക്കമല്ല. ഇടത്തല്ല ഇടത്തല്ല വലത്തല്ല നടുക്കല്ലൻ സരസ്വതി വെളുത്ത താമരപ്പൂവിൽ ഉറക്കമല്ല. തുടിക്കുന്ന ജനതൻ കരളിൻ്റെ കരളിലെ തുടുത്ത താമരപ്പൂവിൽ അവൾ വാഴുന്നു. ഇടത്തല്ല ഇടത്തല്ല വലത്തല്ല നടുക്കല്ലൻ സരസ്വതി വെളുത്ത താമരപ്പൂവിൽ ഉറക്കമല്ല. തുടിക്കുന്ന ജനതൻ കരളിൻ്റെ കരളിലെ തുടുത്ത താമരപ്പൂവിൽ അവൾ വാഴുന്നു. പടകൂറിച്ചൊരുങ്ങിയ പതിതൻ പത്മവ്യൂഹ നടുവിലെ കൊടിത്തണ്ടിൽ അവൾ പാറുന്നു. പടകൂറിച്ചൊരുങ്ങിയ പതിതൻ പത്മവ്യൂഹ നടുവിലെ കൊടിത്തണ്ടിൽ അവൾ പാറുന്നു. അഴകിൻ്റെ വീണമീട്ടി തൊഴിലിൻ്റെ ഗാനം പാടും തൊഴിലിൻ്റെ കൊടിയേന്തി അഴകു പാടും. ഇടത്തല്ല ഇടത്തല്ല വലത്തല്ല നടുക്കല്ലൻ സരസ്വതി വെളുത്ത താമരപ്പൂവിൽ ഉറക്കമല്ല. വിരിയുന്ന താരുകളിൽ വിടരുന്ന
താരങ്ങളിൽ വിരൽ തുമ്പുള്ളവളോടെ കടാക്ഷാഗ്യങ്ങൾ കനകപ്പൂ നിറത്തിങ്കൾ നിലാവലയൊഴുകുമ്പോൾ കടലു പോലവളുടെ കരൾ തുടിക്കും. ഇടത്തല്ല വലത്തല്ല നടുക്കല്ലൻ സരസ്വതി വെളുത്ത താമരപ്പൂവിൽ ഉറക്കമല്ല. തുടിക്കുന്ന ജനതൻ കരളിൻ്റെ കരളിലെ തുടുത്ത താമരപ്പൂവിൽ അവൾ വാഴുന്നു. നേരിനെ താരാക്കി മാറ്റും താരിനെ താരകമാക്കും താരകത്തെ അവൾ നിത്യചാരുതയാക്കും. നേരിനെ താരാക്കി മാറ്റും താരിനെ താരകമാക്കും താരകത്തെ അവൾ നിത്യചാരുതയാക്കും. ചാരുതയിൽ വാക്കു ചാലിച്ചവൾ തീർത്തൊരുക്കി വച്ച ചായമിറ്റു കിട്ടുവാൻ ഞാൻ തപസ്സു ചെയ്യൂ. ചാരുതയിൽ വാക്കു ചാലിച്ചവൾ തീർത്തൊരുക്കി വച്ച ചായമിറ്റു കിട്ടുവാൻ ഞാൻ തപസ്സു ചെയ്യൂ. ഇടത്തല്ല വലത്തല്ല നടുക്കല്ലൻ സരസ്വതി വെളുത്ത താമരപ്പൂവിൽ ഉറക്കമല്ല. തുടിക്കുന്ന ജനതൻ കരളിൻ്റെ കരളിലെ തുടുത്ത താമരപ്പൂവിൽ അവൾ വാഴുന്നു.